പ്രാക്ടീസ് ചെയ്യുമ്പോ എന്താ പറയാ അമ്മമാരെയാണ് ഏറ്റവും കൂടുതൽ വഴക്ക് പറയാറെന്നൊക്കെ പറയാറുണ്ട്. അതിന് നമുക്കുള്ള ടെൻഷനേക്കാളും കൂടുതൽ അവർക്കാ. നമുക്ക് ചിലപ്പോ ഒരു ഐഡിയ ഉണ്ടാവും, നമ്മളിപ്പോ ഫുൾ പ്ലാൻഡ് ആയിരിക്കും, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരം നമുക്ക് വേണമെങ്കിൽ കുറച്ചേരം വെറുതെ ഇരിക്കാം, കുറച്ചേരം അവരുടെ കൊടുക്കാം, പിന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇവരതിന് സമ്മതിക്കില്ലേ, ഇവരപ്പോഴേക്കും പാട്ട് പഠിക്കണല്ലേ അവള് ഇവരുടെ ഇങ്ങനെ തുടങ്ങും. അത് നീഹാരയുടെ അമ്പിളിയമ്മ, അതെ അമ്പിളിയമ്മ എന്നെ ഒന്ന് ചീത്ത പറയും, നീ പാട്ട് പഠിക്കണേ. അതിപ്പോ അവളുടെയും ഞങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷൻ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പാട്ടിന്റെ കാര്യത്തില് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഇവളുടെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്കൊക്കെ, എന്റെ അമ്മ ചിലപ്പോ അവളുടെ അടുത്ത് ചെന്ന് പറയണ്ടാവും, ആ സാധനം അത് അങ്ങനെ പഠിക്കി, അത് അവിടെ ഇരുന്ന് പഠിക്കുക, അത് എപ്പോഴും കേൾക്കണം. അവളുടെ അമ്മ വന്നിട്ട് എന്റെ അടുത്ത് പറയും, നീ ആ പാട്ട് നോക്കി, ആ പോർഷൻ നോക്കി, അത് നമുക്ക് പോവും എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് ഒന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്ന അമ്മമാരാണ്. അവർക്ക് പാട്ട് മാക്സിമം നന്നാക്കാനുള്ളൊരു. അതെ, സെമി ഫൈനലിന് ഞങ്ങക്ക് ലിസ്റ്റ് പാട്ടിന്റെ ഇതൊക്കെ വന്നപ്പോ ഞങ്ങൾ ആ സെമി ഫൈനലായി, ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ്. ഇവരപ്പത്തോട്ട് ഞങ്ങക്ക് ഇല്ലാത്ത ടെൻഷൻ കയറ്റി തരാ. എക്സാമിനൊക്കെ പോണ പോലെ, എക്സാമിന് പിന്നെയും കുഴപ്പമുണ്ടാവില്ലേ, ഫൈനൽ എക്സാമിനൊക്കെ പോണ പോലെ ഇങ്ങനെ എന്താ പറയാ. പക്ഷെ അത് അവരുടെ ടെൻഷൻ കാരണമാണ്.